വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇനി ബേക്കറിയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പഫ്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു 8 പഫ്സിന് വേണ്ട മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് 2 വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, അല്പം കറിവേപ്പില, മല്ലിയില കഴുകി വൃത്തിയാക്കിയത്, മുട്ട 4 പുഴുങ്ങിയത്, സമോസ ഷീറ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി പാൻ ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കുറച്ച് സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് സോഫ്റ്റായി വരണം. ഇനി കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല. ഭയങ്കര വഴന്നു വരേണ്ട കാര്യമില്ല, ഒരു ലൈറ്റ് ബ്രൗൺ പരുവായാൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പച്ചമുളക് മാറുന്നത് വരെ സോട്ട് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളമെല്ലാം വറ്റി നമ്മുടെ പഫ്സിനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. 4 മുട്ടയും നമുക്ക് ഹാഫായി കട്ട് ചെയ്ത് വെക്കാം. ഇനി സമോസ ഷീറ്റ് കൊണ്ട് പഫ്സിന്റെ ലെയർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാം. അതിനായി ഒരു ഷീറ്റ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തയ്യാറാക്കിയ മൈദ പേസ്റ്റ് 4 ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ലെയർ അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു ലെയർ ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കാം. ഇനി മൈദ പേസ്റ്റ് നേരത്തേതുപോലെ അപ്ലൈ ചെയ്യാം. ഇനി ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി മസാല നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ പകുതി വെക്കാം. ഇനി ആദ്യം വെച്ച ഷീറ്റ് നമുക്ക് ഇതുപോലെ 2 സൈഡും ഫോൾഡ് ചെയ്യാം. ഇനി മൈദയുടെ പേസ്റ്റ് മറ്റ് 2 വശങ്ങളും ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. 8 പഫ്സിനുള്ള നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് തയ്യാറായി കിട്ടും. ഈ ഒരു ക്രിസ്പി പരുവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ആഗ്രഹം തോന്നുമ്പോൾ ബേക്കറി പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.